ഒരുപാട് പ്രതീക്ഷകളുമായി പ്രവാസ ജീവിതത്തിലേക്ക് തിരിച്ചവരാണ് തിരിച്ച് ജീവനറ്റ് മടങ്ങിയെത്തിയിരിക്കുന്നത്. അലി അക്ബർ ഷാ ഈ വിമാനത്തിന് തൊട്ടടുത്തു നിന്നും വിവരങ്ങൾ നൽകാൻ. അലി അക്ബർ ഷാ, പ്രത്യേക വ്യോമസേനയുടെ വിമാനമാണിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പാണ് വിമാനം നിലത്തിറങ്ങിയത്. മൃതദേഹങ്ങൾ പുറത്തെത്തിക്കാനുള്ള സംവിധാനം ആയോ? എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ അലി? പ്രതി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ 45 മൃതദേഹങ്ങളും വഹിച്ച് കൊച്ചിയിലേക്ക് എത്തിയ വ്യോമസേനയുടെ വിമാനമാണ്. ഇതിൽ 23 മലയാളികളുടെ മൃതദേഹം, ആകെ 45 മൃതദേഹങ്ങൾ, തമിഴ്നാട്ടിലേക്കും ആന്ധ്രാപ്രദേശിലേക്കും കൊണ്ടുപോകേണ്ട മൃതദേഹങ്ങൾ. രാവിലെ 8:30 കൂടിയാണ് ഈ വിമാനം കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് അറിയിച്ചിരുന്നത്. പക്ഷേ അവിടെ നിന്നും കുവൈറ്റിൽ നിന്നും പുറപ്പെടാൻ വൈകിയതിനെ തുടർന്ന് ഇപ്പോൾ മാത്രമാണ് ഈ 10:30 കൂടി മാത്രമാണ് കൊച്ചിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപാട് മനുഷ്യർ അവരുടെ പ്രിയപ്പെട്ടവരുടെ ഭൗതികദേഹം അവസാനമായി കാണാനായി നമ്മൾ ആദ്യം നിന്ന വിമാനത്താവളത്തിൻ്റെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ കാർഗോ എത്തുന്ന, സാധാരണഗതിയിൽ എത്തുന്ന ആ സ്ഥലത്തിപ്പോൾ ഏറ്റവും ഉറ്റവരുടെ ചേതനയേറ്റ ശരീരം കാത്തു നിൽക്കുകയാണ് ഒരുപാട് മനുഷ്യർ. ആ മൃതദേഹങ്ങളാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന, ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വ്യോമസേനയുടെ വിമാനത്തിൽ കൊച്ചിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൽ 31 മൃതദേഹങ്ങളാണ് ഇവിടെ കൊച്ചി വിമാനത്താവളത്തിൽ ഇറക്കുക. അതിൽ 23 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ്. അതിൽ ഒരു മുംബൈ മലയാളിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം മുംബൈയിലേക്കാണ് കൊണ്ടുപോവുക. അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്കുള്ളവരും ആന്ധ്രാപ്രദേശിലേക്കും അതുപോലെ കർണാടകയിലേക്കുമുള്ള കൊണ്ടുപോകേണ്ട മൃതദേഹങ്ങളും ഇപ്പോൾ ഇവിടെ കൊച്ചിയിൽ ഇറക്കും. അതിനുശേഷം ബാക്കിയുള്ള 14 മൃതദേഹങ്ങളുമായി ഇതേ വിമാനം ഡൽഹിയിലേക്ക് പറക്കും. ആ 14 പേർ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. അതിൽ ഉത്തർപ്രദേശും ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട മൃതദേഹങ്ങളുണ്ട്. ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ ഡൽഹി സർക്കാരിൻ്റെ പ്രതിനിധികൾ ഡൽഹിയിൽ നിന്നും ഏറ്റുവാങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കാർഗോ സ്പേസിൽ, ഇവിടെ കൊച്ചി വിമാനത്താവളത്തിൻ്റെ കാർഗോ സ്പേസിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നാണ് ഈ വിമാനത്തിൽ നിന്നും പുറത്തേക്ക് എത്തിക്കുന്ന മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുക. അവിടെ തയ്യാറാക്കിയിരിക്കുന്ന ടേബിളുകളിൽ നമ്മൾ കണ്ടതാണ്, മരിച്ചുപോയ 31 പേരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി അവരുടെ പേരുകൾ ആലേഖനം ചെയ്ത, അവരുടെ വിവരങ്ങളെല്ലാം എഴുതി ചേർത്ത ടേബിളുകളിൽ ആ മൃതദേഹങ്ങൾ വയ്ക്കും. ഇവരുടെ പ്രിയപ്പെട്ടവർ, കുടുംബത്തിൽ നിന്നുള്ളവർ, സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉറ്റവരുടെ ഭൗതികദേഹം ഏറ്റുവാങ്ങാനായി ഇവിടെ എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അരമണിക്കൂർ മാത്രമാകും എയർപോർട്ടിലെ അന്തിമോപചാര ചടങ്ങുകൾ നീണ്ടു നിൽക്കുക എന്നാണ് മന്ത്രിമാർ ഉൾപ്പെടെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. അതിനുശേഷം ആംബുലൻസുകളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഏറ്റവും അടുത്തുനിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഒന്നുകൂടി കാണേണ്ടതുണ്ട്. മൃതദേഹങ്ങൾ പുറത്തേക്ക് എടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്ന് വേണം കരുതാൻ. നാൽപ്പത്തഞ്ച് മൃതദേഹങ്ങളുമായിട്ടാണ് വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ എത്തിയിരിക്കുന്നത്. ഇതിൽ 31 മൃതദേഹങ്ങൾ ഇപ്പോൾ കൊച്ചിയിൽ ഇറക്കുന്നു. കേരളത്തിനൊപ്പം തന്നെ തമിഴ്നാട്ടിലും കർണാടകയ്ക്കും നഷ്ടപ്പെട്ടവരെ കൂടി ഇവിടെയാണ് ഇറക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്നും റോഡ് മാർഗമാണ് ഈ മൃതദേഹങ്ങൾ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും കൊണ്ടുപോകുക എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അന്തിമോപചാരം അർപ്പിക്കാൻ മുഴുവൻ മന്ത്രിമാരുമുണ്ട്. മുഖ്യമന്ത്രിയും എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അരമണിക്കൂറായിരിക്കും ഇവിടെ ഗാർഡ് ഓഫ് ഓണർ നൽകി ഔദ്യോഗികമായ ബഹുമതികളോടുകൂടി തന്നെയാണ് ഇവരെ യാത്രയാക്കുന്നത്. പിന്നീട് പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസുകളിൽ അതത് ജില്ലകളിലേക്ക്, അതത് വീടുകളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും.